മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആദില പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു പ്രൊമോ കുറച്ചു മുമ്പ് വന്നത് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടു കാണും. അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ലൈവിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഈ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ഒരു പ്രാങ്ക് ആയിരുന്നു. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് ചേട്ടായി നമ്മുടെ ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് ഷാനവാസിനോട് പറയുന്നു, ഷാനവാസ് മോനെ അവിടെ വെക്ക് സാധനം. അതായത് നമ്മുടെ ഷാനവാസ് വന്ന് കയറിയ ഉടനെ അവിടെ ഇരിക്കുന്ന ടാസ്ക് ലെറ്റർ അങ്ങെടുത്ത് കയ്യിൽ എന്താന്ന് വായിക്കാൻ വേണ്ടി ഉടനെ ബിഗ് ബോസ് പറഞ്ഞു, മോനെ അതവിടെ വെക്ക്, നീ അവിടെ വെക്ക്, നീ ധൃതി പിടിക്കാതെ, ഒരു കാര്യം പറയാനുണ്ട്, നീ അതൊന്ന് കേക്ക്. അപ്പം ഷാനവാസ് പറയുന്നു, പറ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ബിഗ് ബോസ്, ഷാനവാസ് എന്താണ് മോനെ തിരക്ക്, നിനക്ക് തിരക്കെന്തെങ്കിലും ഉണ്ടോ? ഉടനെ ഷാനവാസ് പറയുന്നു, ഒരു തിരക്കും ഇല്ല ബിഗ് ബോസ്, ഞാൻ ചില്ലല്ലേ, ഞാൻ ഫ്രീ അല്ലേ. അപ്പൊ ബിഗ് ബോസ് പറയുന്നു, സുഖം അല്ലേ മോനെ നിനക്ക്? സുഖ ബിഗ് ബോസ്. ഓക്കെ അല്ലേ നീ? ഓക്കെ ബിഗ് ബോസ്, എല്ലായ്പ്പോഴും നന്നായിട്ടിരിക്കട്ടെ നീ എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു, മോനെ ഞാനൊരു സീക്രട്ട് ടാസ്ക് നിനക്ക് തരാൻ പോവുകയാണ്. നീ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു ഫേക്ക് മിഡ് വീക്ക് എവിക്ഷൻ നമ്മൾ നടത്താൻ പോവാണ്. അപ്പം മോനാണ് എൻ്റെ തുറുപ്പ് ചീട്ട്. നീ അപ്പം ഒരു കാര്യം ചെയ്യണം ഷാനവാസെ, പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു എന്താണ് നമ്മുടെ സ്പോൺസേർഡ് ടാസ്ക് അങ്ങോട്ട് നടക്കും. ആ സ്പോൺസേർഡ് ടാസ്ക് നടന്നു കഴിയുമ്പോഴത്തേക്ക് നീ ഹൗസിൽ നിനക്ക് വിശ്വാസമുള്ള ഒരാളെ കൂട്ടുപിടിക്കണം. എന്നിട്ട് അയാൾ കൂടാതെ വേറൊരു 4 പേരെയും കൂടെ നിന്റെ കൂടെ പിടിക്കണം. എന്നിട്ട് അവരോട് ഈ സീക്രട്ട് ടാസ്കിനെ പറ്റി പറയണം. എന്നിട്ട് ഒരാളെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്, അതാകുമ്പോഴത്തേക്ക് നിങ്ങൾ 6 പേരായല്ലോ, ബാക്കി 4 പേരേ ഉള്ളൂ. അപ്പൊ ഈ 6 പേരും കൂടെ ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പുറത്തേക്ക് പോകേണ്ടി വരും. ആ തരത്തിലുള്ള ഒരു പ്രാങ്ക് നമ്മൾ നടത്താൻ പോവാ. അപ്പോൾ ഷാനവാസ് പറയുന്നു, ഓക്കെ ബിഗ് ബോസ്. അപ്പൊ ബിഗ് ബോസ് പറയുന്നു, മോനെ നീ ഒരു സീക്രട്ട് ടാസ്ക് കുളവാക്കിയല്ലോ, അപ്പൊ എന്തായാലും ഇതിനകത്തൂടെ നിന്റെ ആ ചീത്തപ്പേര് നീ അങ്ങ് മാറ്റ് എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ ബിഗ് ബോസ് ശരി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഷാനവാസിന്റെ ഇടയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് മാമൻ ചോദിക്കുന്നു, മോനെ നീ ശരിക്കും ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിന്റെ മനസ്സിൽ ആരെങ്കിലും ഇപ്പോഴേ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഷാനവാസ് പറയുന്നു, ആദിലക്ക് ഇട്ട് കൊടുക്കുക ഒരു പണി എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് മാമൻ ചോദിക്കുന്നു, മോനെ നീ ആരെയാണ് കൂടെ കൂട്ടുന്നത്? ഒരാളെ കൂടെ കൂട്ടണം. നമ്മുടെ സ്പോൺസർ ടാസ്ക് ഇപ്പൊ നടക്കും, അത് കഴിയുമ്പോഴത്തേക്ക് ഒരാളെ കൂടെ കൂട്ടണം. ആരെയാണ്? വിശ്വസ്തനെയോ അല്ലെങ്കിൽ ഒരു വിശ്വസ്തയോ ആരാണ് നീ കൂടെ കൂട്ടാൻ പോകുന്നത്? ആരെയാണ്? നീ പേര് പറയൂ എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നമ്മുടെ ഷാനവാസിക്ക അനീഷേട്ടൻ ജയിലിലാണ്, പക്ഷെ എന്നാലും പുള്ളിയുടെ പേര് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ചിലപ്പോൾ പുള്ളി ജയിലിലായത് കൊണ്ടായിരിക്കാം ഷാനവാസ് പറയാഞ്ഞത്, ചിലപ്പോൾ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടും ആയിരിക്കാം കേട്ടോ. 2 രീതിയിലും നമ്മൾ അതിനെ കാണണം. കാരണം ഇപ്പം ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്, ഇപ്പം ജയിലിൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ടാസ്ക് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ അനീഷേട്ടനെ കൂടെ കൂട്ടാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു എവിക്ഷൻ പരിപാടി ഒരു ഫേക്ക് ആണെങ്കിലും അത് വരുമ്പോഴത്തേക്ക് അനീഷിനെയൊക്കെ ഇറക്കുമെന്ന് ചിന്തിക്കാതിരിക്കാൻ തക്കത്തിലുള്ള ഒരു മണ്ടനൊന്നും അല്ല ഷാനവാസ്. അപ്പോൾ ഒന്നെങ്കിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ സ്ഥാനത്ത് നമ്മുടെ അനീഷിനെ ഞാനൊന്ന് ചിന്തിച്ചു. അനീഷായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഷാനവാസിന്റെ പേര് പറഞ്ഞേനെ. പക്ഷെ ഇവിടെ ഷാനവാസ് പറഞ്ഞത് ലക്ഷ്മി ചേച്ചിയുടെ പേര്. ഒന്ന് ആലോചിക്കണം നിങ്ങൾ, ഏറ്റവും വിശ്വസ്തയായിട്ടുള്ള ആള്. ഓക്കെ, ലക്ഷ്മി ചേച്ചിയുടെ പേര് പറയുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് പറയുന്നു, ഓക്കെ ലക്ഷ്മിയെ കൂടെ കൂട്ടിക്കോ, അത് കൂടാതെ ഒരു 5 പേരെയും കൂടെ നീ പൊക്കണം. 5 അല്ല 4 പേരെയും കൂടെ നീ പൊക്കണം. അപ്പൊ നിങ്ങൾ 6 പേരാവും. 6 പേരും കൂടെ ആതിരയുടെ പേര് പറയുക. ബാക്കി 4 പേര് വേറെ ഏതൊക്കെ പേര് പറഞ്ഞാലും കുഴപ്പമില്ല. ആതിര എന്നിട്ട് നമ്മൾ പുറത്തേക്ക് തട്ടുന്ന ഒരു പ്രാങ്ക് അങ്ങോട്ട് നടത്താൻ പോവുകയാണെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നു, മോനെ ഇനി നീ സ്പോൺസർ ടാസ്ക് വായിച്ചോ എന്ന് പറയുന്ന അവിടെ നിന്ന് സ്പോൺസർ ടാസ്ക് വായിക്കുന്നുണ്ട്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് സ്പോൺസർ ടാസ്കിനുള്ള പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ അനുമോളും അനീഷേട്ടനും ജയിലിലാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ഒരു സ്പോൺസർ ടാസ്ക് അല്ലെങ്കിൽ ഈ ഒരു ഫേക്ക് ഒരു മിഡ് വീക്ക് എവിക്ഷൻ എന്തിന് നടത്തിയാണെന്നാണ് നിങ്ങളുടെ ഒരു വിചാരം? നിങ്ങളുടെ തലയിൽ കാണുമല്ലോ എന്തിന് ഇങ്ങനെ ഒരു പരിപാടി ഇപ്പം നടത്തി, അതും ഫേക്ക്. ശരിക്കുള്ള മിഡ് വീക്ക് എവിക്ഷൻ അതിലെ പുറത്തിറക്കുകയാണെങ്കിൽ ഓക്കെ നമുക്ക് പറയാം. പക്ഷെ എന്തിനിങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഒരെണ്ണം ബിഗ് ബോസ് നടത്തി എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? ഞാനൊന്ന് ചിന്തിച്ചു. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ മിഡ് വീക്ക് എവിക്ഷന്റെ പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ അനീഷേട്ടൻ ആര്യന്റെ പേര് പറയുന്നുണ്ട്, എന്നിട്ട് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, അവൻ കാശുകാരനാ, അവന് വേണമെങ്കിൽ പുറത്ത് വോട്ടൊക്കെ ഒപ്പിക്കാം എന്നുള്ള സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കണ്ടന്റ് അവിടെ പുറത്തേക്ക് വരുന്നുണ്ട്. പിടികിട്ടിയോ? പിന്നെ എല്ലാവരും ആതിരയുടെ പേര് പറയുന്നു, ലക്ഷ്മി ഉൾപ്പെടെ ഷാനവാസ് പറയുന്നു. ആതില വന്നിട്ട് നേരെ ഷാനവാസിന്റെ പേര് പറയുന്നു, ഒരു പുച്ഛത്തോടെ പറയുന്നു. എന്നിട്ട് ഇറങ്ങിപ്പോകുന്ന ആ ഒരു സമയത്ത് ഷാനവാസിന് കൈ കൊടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഷാനവാസ് കൈ മേടിക്കുന്നില്ല, അതായത് ഷൈക്കാറ്റ് മേടിക്കുന്നില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ
ഈ ഒരു ചെറിയ ഫേക്ക് ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടത്തിയോണ്ടുണ്ടായി. ആര്യൻ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അനീഷേട്ടൻ്റെ അടുക്ക് ഒച്ച വെക്കുന്നുണ്ട്, താൻ എന്തുവാണോ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞ്. എന്തിനാ ആര്യൻ ഇത്ര കൊണ്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അനീഷേട്ടൻ ഇങ്ങനെ പലതും പറയാറുണ്ട്, മനസ്സിലായില്ലേ? പലതും പറയാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ടല്ലോ. പുള്ളി ഇങ്ങനെ പറഞ്ഞു തന്നെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും, വെറുപ്പിക്കും. അങ്ങനെയുള്ള അനീഷേട്ടൻ ഒരു കാര്യം പറഞ്ഞ ഉടനെ ആര്യൻ എന്തിന് തിരിച്ച് അവത്തേക്ക് കയറി അങ്ങോട്ട് മാന്താൻ ചെന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ഇനി അനീഷേട്ടൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? അതുകൊണ്ടാണോ നമ്മുടെ ആര്യൻ തിരിച്ച് കലിപ്പായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്? അല്ല, ഒരു സംശയമാണ്. ഇങ്ങനെ ഒരു സംശയമൊക്കെ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഇങ്ങനെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ കൊണ്ടുവന്നിട്ടത്. അല്ലാതെ ബിഗ് ബോസിന് പ്രാന്തൊന്നും ഇല്ലല്ലോ. ഒരു കാര്യമില്ലാതെ വെറുതെ അവിടെ ഇരിക്കുന്നവന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫേക്ക് മിഡ് വീക്ക് എവിക്ഷൻ ജനങ്ങളുടെ മണ്ടന്മാരാക്കുന്ന തരത്തിലുള്ള ഒരിക്കൽ ബിഗ് ബോസ് അത് ചെയ്യത്തില്ല. എന്തോ ഒരു സാധനം പുള്ളി തലയെ കണ്ടിട്ടുണ്ട്. ആ കണ്ടത് ഇതാണോ എന്ന് എനിക്കൊരു സംശയം. ചിലപ്പോൾ ഇതങ്ങോട്ട് കഴിയുമ്പോൾ ഈ മിഡ് വീക്ക് എവിക്ഷൻ ഇതൊരു പ്രാങ്ക് ആയിരുന്നു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ, എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവിടെ നടക്കാൻ പോകുന്ന കോൺവെർസേഷൻസ് അതിന് വേണ്ടിയിട്ടായിരിക്കാം ബിഗ് ബോസ് ചിലപ്പോൾ ആ പരിപാടി കാണിച്ചത്. പിടികിട്ടിയില്ലേ? എന്തൊക്കെ ഇവർ അതിന് ശേഷം സംസാരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആദിലയുടെ പേര് പറഞ്ഞ ആളുകൾ ആര്യനൊക്കെ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പം ആര്യനെതിരെ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി അനുമോളൊക്കെ അനുമോൾ ഒരിക്കലും ആദിലയുടെ പേര് പറയാൻ സാധ്യത കാണുന്നില്ല. പക്ഷെ പറഞ്ഞ ആളുകൾ അത് എന്താണെങ്കിലും പറഞ്ഞ ആളുകൾ എല്ലാവരും ഇപ്പം ബിഗ് ബോസ് പറഞ്ഞു 6 പേരുടെ വോട്ട് വേണം. ഈ 6 പേരല്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ അതിനിടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിലെ അവരുമായിട്ടൊരു യുദ്ധം എന്താണെങ്കിലും കാണും. ഇനി ഈ 6 പേര് ആരൊക്കെയാണ് ചിലപ്പോൾ അവർ പറയത്തില്ല, ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും ആരെ വേണമെങ്കിലും അതിലേക്ക് സംശയിക്കാം, ഉറപ്പായിട്ടും വഴക്ക് പൊട്ടും. ഇല്ലെങ്കിൽ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ആ നോമിനേഷൻ സമയത്ത് ആര്യൻ്റെ പേര് അനീഷ് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തർക്കം ഉണ്ടല്ലോ, അതും കനത്ത സാധനമൊക്കെയാണ് പറയുന്നത്. അത് പറഞ്ഞ ഉടനെ എന്തിനാ ആര്യൻ ഇത്ര ചൊറിഞ്ഞു, അല്ലെങ്കിൽ ആര്യൻ ഇത്ര അങ്ങോട്ട് ദേഷ്യം വന്നു എന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ തിരിച്ച് ലീവ് ഇറ്റ്, അങ്ങനെ ഒരു പരിപാടിയിലോട്ട് പോയില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ എനിക്കുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കുക. കാരണം ഒന്നുമില്ലാതെ ബിഗ് ബോസ് ഇപ്പോഴും എൻ്റെ മനസ്സിലാതെ പോകുന്നു. ഒന്നുമില്ലാതെ വെറുതെ ഒരു ഫേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ബിഗ് ബോസ് നടത്തിക്കത്തില്ല. പുള്ളി നല്ല ബുദ്ധിയുള്ളവനായി. ഇത്ര എണ്ണത്തിലെ നല്ല എണ്ണ വരപ്പിക്കാൻ അറിയാമെങ്കിൽ ഒരു ഫേക്ക് മിഡ് വീക്ക് എവിക്ഷനൊക്കെ നടത്തുമ്പം അതിൻ്റെ പുറകിൽ നല്ല കനത്ത കണ്ടന്റ് കിട്ടും എന്ന് വിചാരിച്ചു തന്നെ ആയിരിക്കും ബിഗ് ബോസ് ഈ ഒരു പരിപാടി ഇറക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്താണെങ്കിലും പറയുക. പിന്നെ നമ്മുടെ അനുമോളും അനീഷേട്ടനും നമ്മുടെ ജയിലിൽ കിടപ്പുണ്ട്. ഇപ്പോൾ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാവങ്ങൾ. അനുമോൾക്ക് നല്ല ദേഷ്യമുണ്ട് കേട്ടോ, നല്ല കലിപ്പിലാണ് അനുമോൾ. ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് അനുമോളെ ഇടാറുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പം 2ാമത്തെ തവണയാണെന്ന് തോന്നുന്നല്ലേ, 2ാമത്തെയാണോ അതിൻ്റെ മേളിലായോ? എന്താണെങ്കിലും അനീഷേട്ടന് അത്രയും ദേഷ്യം വരേണ്ട കാര്യമൊന്നുമില്ല. അടുപ്പിച്ച് ഹാട്രിക്ക് അത് കഴിഞ്ഞു, ഹാട്രിക്കും കഴിഞ്ഞു. അനീഷേട്ടൻ അടുപ്പിച്ച് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അനീഷേട്ടനെ ജയിലിലിടുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞത്, ഇപ്പോഴും അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അനീഷേട്ടനെ നോമിനേറ്റ് ചെയ്യുന്നവരുടെ പൊട്ടത്തരം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം പുള്ളി പോകും തോറും പുള്ളിക്ക് ബൂസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ആളുകൾ അങ്ങനെ ഇവർക്ക് എന്താ ചിന്തിക്കാൻ പറ്റാത്തത്? കാരണം ഒരാളെ തന്നെ ഇത്രയും തവണ ഇങ്ങനെ ജയിലിലേക്ക് വിടുമ്പോൾ ഉറപ്പായിട്ടും അയാൾക്ക് പുറത്ത് ജനങ്ങളുടെ ഒരു സിമ്പതി കിട്ടും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി എന്തുകൊണ്ട് നമ്മുടെ ഈ സീസണിലെ കണ്ടസ്റ്റൻസിന് ഇല്ല? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തുകൊണ്ടില്ല? എല്ലാവരെയും തള്ളിക്കളയുക. അക്ബർ, ആര്യൻ നല്ല ഗെയിമേഴ്സാണ്. ഇവർക്ക് ചിന്തിച്ചൂടെ? എപ്പോഴും ഇങ്ങനെ അനീഷിനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പണി വാളും. പുള്ളിക്ക് നല്ല സപ്പോർട്ട്, ഒന്നാമത് പുള്ളിക്ക് സപ്പോർട്ടുള്ള ആരും അറിയാം. അങ്ങനെ സപ്പോർട്ടുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ സ്ഥിരം പിടിച്ച് തട്ടുമ്പോഴത്തേക്ക് പ്രേക്ഷകർക്ക് അയാളോട് ഇഷ്ടം കൂടത്തേ ഉള്ളൂ, ഇല്ലേ? പ്രത്യേകിച്ച് പുള്ളി അവിടെ കിടന്ന് കുറച്ച് കഥയും കൂടെ പറയുമ്പോഴത്തേക്ക് ജനങ്ങള് ഫ്ലാറ്റ് ഉറപ്പാണ്. അത് എന്തുകൊണ്ട് അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള ബുദ്ധിജീവികൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും ബാക്കി ലൈവ് പോയി കാണട്ടെ. സ്പോൺസർ ടാസ്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കണ്ടോണ്ടിരിക്കുക കേട്ടോ, സ്പോൺസർ ടാസ്ക് തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസിക്ക് ഇപ്പൊ ലക്ഷ്മിയോടി എന്ന് പറയും, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 1-2 എണ്ണത്തിനെ കൂടെ പിടിക്കും. എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞ കണക്ക് പരിപാടി നടത്തും. അതിന് ശേഷം ആദില കിടന്ന് കരച്ചിലും കൂവലും നൂറെ കെട്ടിപ്പിടിക്കുന്നു, ഇതെല്ലാം നടക്കുന്നുണ്ട്. അനുമോക്കും സങ്കടമുണ്ട് കേട്ടോ, അനുമോളുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ അനീഷേട്ടനെയൊക്കെ പുറത്തിറക്കുന്നുണ്ട്. ഇപ്പൊ ഇറക്കിയോ അനീഷേട്ടനെയൊക്കെ? ഇല്ല, ഇപ്പോൾ ഒന്നും ഇറങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു എവിക്ഷൻ സമയത്തേക്ക് ഉറപ്പായിട്ടും മിഡ് വീക്ക് എവിക്ഷനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അനീഷിനെയും അനുമോളെയൊക്കെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. അപ്പം അനുമോളുടെ കണ്ണും ഒക്കെ നിറയുന്നുണ്ട്. ഞാൻ നേരത്തോട്ടേ പറയുന്നുണ്ടല്ലോ, അനുമോൾക്ക് അങ്ങനെ പേഴ്സണലി ഭയങ്കര ദേഷ്യം, ഒരു കലിപ്പുണ്ട് ഈ അതിലോട് നൂറോടും. പക്ഷെ അത് ഭയങ്കരമായിട്ട് അകത്തിട്ട് മറ്റേ കുത്തിക്കീറി അല്ലെങ്കിൽ അവരെ പറ്റി മറ്റുള്ളവരോട് പോയി കുറ്റം പറയുന്ന തരത്തിലേക്കൊന്നും അനുമോൾ ഇതുവരെയായിട്ടും ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? പക്ഷെ അതിലെ നൂറെ അങ്ങനെയല്ല ചെയ്യുന്നത്.
ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചു മുന്നേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മനസ്സിൽ ആ പ്രൊമോ കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഓക്കെ ആദില പുറത്തേക്ക് പോയി, ഇനി നൂറ ഗംഭീരമായിട്ട് കളിക്കും എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചു. നൂറ കുറച്ചും കൂടെയൊക്കെ നിൽക്കണം, കാരണം നല്ലൊരു ഗെയിമറാണ്. പക്ഷേ എന്ത് ചെയ്യാനായിട്ട് പറ്റിയില്ലായിപ്പോയി. ബിഗ് ബോസ് അവരെയും പറ്റിച്ചു, നമ്മളെയും പറ്റിച്ചു, എല്ലാവരെയും ബിഗ് ബോസ് പറ്റിച്ചു. കാരണം ബിഗ് ബോസ് ബുദ്ധിമാനാണേ, ചെറിയ ബുദ്ധിമാനൊന്നും അല്ല. ബിഗ് ബോസ് കളിക്കും. അപ്പൊ ബിഗ് ബോസിന്റെ ഒരു ഗെയിം മാത്രമാണത്. പക്ഷെ ചിന്തിക്കുക, ഒന്നും കാണാതെ ബിഗ് ബോസ് അത് ചെയ്യത്തില്ല. സംതിങ് ഈസ് ദർ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കണ്ടന്റുകൾക്കായിരിക്കാം, അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നിനും വേണ്ടി ചെയ്തിട്ട് കാര്യമില്ലല്ലോ ബിഗ് ബോസിന്. അപ്പോൾ എന്താണെങ്കിലും നല്ല കണ്ടന്റുകൾ ഇപ്പൊ ഈ നോമിനേഷൻ സമയത്ത് തന്നെ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷവും ഉറപ്പായിട്ടും ഉണ്ടാവും. ബിഗ് ബോസ് ഉദ്ദേശിച്ച പോലുള്ള കണ്ടന്റുകൾ തന്നെ പുറത്തേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്താണെങ്കിലും ബാക്കി ലൈവ് പോയിരുന്ന് കണ്ടിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.